ഇന്ന് യേശു സ്വന്തം നാട്ടിലാണ്. സ്വന്തം നാട്ടിൽ വന്ന് സുവിശേഷം പ്രഘോഷിക്കാനാണ് എത്തിയത്. പക്ഷേ അവരതിനെക്കുറിച്ചൊന്നുമല്ല ചിന്തിച്ചത്. യേശു പറഞ്ഞ വാക്കുകളെക്കുറിച്ചോ അവൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊന്നും അല്ല അവർ ചിന്തിച്ചത് അവൻ്റെ ബയോളജിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അതിലവർ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ. അപ്പൻ്റെ ജോലി പറഞ്ഞ് അവർ യേശുവിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. പിന്നെ ഇവൻ എങ്ങനെയാണ് ഈ ജ്ഞാനവും ബുദ്ധിയെ കിട്ടിയത്? ഇങ്ങനെയൊന്നും അവനാകാൻ പാടില്ല. അങ്ങനെയാണ് അന്ന് ആ സമൂഹം യേശുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. സുവിശേഷം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവർക്ക് അവനിൽ ഇടർച്ച തോന്നി. എല്ലാ രീതിയിലും അവർ യേശുവിൽ നിന്ന് വളരെ ഡിസ്റ്റൻസിലാണ്. അങ്ങനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവർ കണ്ട യേശുവിൻ്റെ ജീവിത രീതിക്കിടയിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം എന്താണെന്ന് അറിയോ? യേശുവിടെ ഒരത്ഭുതവും ചെയ്തില്ല. അതാണ് ഗോസ്പലിൻ്റെ എൻഡിങ്. എന്ന് വെച്ചാൽ ഇന്ന് മെയ് 1 തൊഴിലാളി ദിനമാണ്. യേശുവിൻ്റെ അപ്പൻ്റെ ജോലി പറഞ്ഞ് അവർ യേശുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ യേശു അതിൽ പ്രൗഡായിട്ടാണ്. അതുകൊണ്ട് യേശുവിന് അതിൽ വലിയ സങ്കടവും തോന്നിയില്ല. അവർക്ക് ഇടർച്ച തോന്നി, പക്ഷെ അവന് ഇടർച്ചയും തോന്നിയില്ല. കാര്യം അവനതൊന്നും ബാധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്രത്തോളം അവനെ വളർത്തിയ ജോസഫ് എന്ന അപ്പനിൽ അവന് അഭിമാനമുണ്ട്. ആ ജോലിയിലും അഭിമാനമുണ്ട്. കണ്ടവർക്ക് അഭിമാനം ഇല്ലെങ്കിലും മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആഘോഷിക്കുമ്പോൾ ഏതൊരു ജോലിയിലും മഹത്വമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്നൊരു സുവിശേഷ ഭാഗമാണിത്. അപ്പൻ്റെ ജോലിയിൽ മക്കൾ അഭിമാനിക്കണം. കാരണം ആ വിയർപ്പിലാണ് നമ്മൾ ഉയർന്നു വന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.